എന്റെ ഭാമേ, എത്ര നേരമായി ഇരിപ്പ് തുടങ്ങിയിട്ട്? വയറ് കത്തി കയറുക. എന്തെങ്കിലും കഴിക്കാൻ എന്താ? കഴിക്കാനോ? അല്ല, വലിച്ചെടുത്ത് കളയാൻ. ഭക്ഷണം കഴിച്ചിട്ട് എത്ര നേരമായി? ഇപ്പത്തെ പറയുന്നല്ലാതെ നീ എനിക്ക് എടുത്തു തരുന്നില്ലല്ലോ. എന്റെ രാഘവേട്ട എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ ഇരുന്ന് കഴിച്ചതൊക്കെ ആരാ കഴിച്ചെന്നാ? ഞാനാ? എപ്പോഴും? പിന്നെ അല്ലാതെ ആരാ? ഞാനാണോ? ഞാൻ കഴിച്ചെന്നാ? കറി മോശമാണെന്ന് പറഞ്ഞിരുന്ന് കഴിച്ചത് രാഘവേട്ടനല്ലാതെ പിന്നെ ആരാ? ഞാനാ? ഞാൻ കഴിച്ച? ഞാനിതിപ്പോ കഴിച്ച്? ഇതിപ്പോ കഴിച്ച്? നിനക്കൊരു തോന്നിയായിരിക്കും. കഴിച്ചെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ വിശക്കുന്നേ. വിശക്കുന്നുണ്ടോ? പിന്നെ അല്ലാതെ എന്തെങ്കിലും ഒന്ന് വയറ്റിലോട്ട് ചെന്നാലേ വിശപ്പ് മാറത്തുള്ളൂ. അതെ, നീ എന്താ ഇത്തിരി ചോദിക്കണത്? എന്റെ ഈ വയറ്റിലെ കത്തറൊന്ന് മാറ്റിയെടുക്കട്ടെ. രാഘവേട്ടന് ഇത് എന്താ പറ്റിയേ? അല്പം മുൻപ് കഴിച്ച് കൈ കഴുകിയതല്ലേ ഉള്ളൂ. പക്ഷെ കഴിച്ച കാര്യമൊക്കെ രാഘവേട്ടൻ മറന്നു. എന്റെ ഭാമേ, നീ ഇങ്ങനെ ആലോചിക്കാതെ എന്തെങ്കിലും താ. വിശന്നിട്ട് വയ്യ. പലതും മറക്കാനും പൊറുക്കാനുള്ള കഴിവാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതിനെ എന്തെങ്കിലും രീതിയിലൊരു തടസ്സം ഉണ്ടായാൽ എല്ലാം തീർന്നില്ലേ? രോഹിത്തെ, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ആവശ്യത്തിനുള്ളത് വലിച്ചു കയറ്റാൻ. ഇത് ഇവിടെ തന്നെ ഇരിക്കുന്നതല്ലേ, നാളെ ആണെങ്കിൽ എടുക്കാലോ. എന്റെ ജീവിതമൊക്കെ ഏകദേശം തീർന്ന മട്ടാ. ഇനി ഞാനേ അധികകാലം ഒന്നും ഇങ്ങനെ പോവുകയില്ല. എനിക്ക് ഈ വിഷം കഴിക്കാൻ പേടിയായതുകൊണ്ടാ ഇങ്ങനെ വലിച്ചു കയറ്റുന്നേ. ഇതാകുമ്പോ സ്ലോലി സ്ലോലി നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊല്ലുമല്ലോ. ആര് പറഞ്ഞു? ഒന്ന് വീണ് നോക്ക്. സകല ദൈവത്തിനെ വിളിച്ചു പോവും. ഒന്ന് കൊന്നതാന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. കുടിച്ചു കുടിച്ച് കരള് പോയവരുടെ എത്ര കഥകൾ നിനക്ക് കേൾക്കണം. എന്താ നീ എന്നെ പേടിപ്പിക്കുകയാണോ? ഞാൻ ഇനിയും കുടിക്കും, ഇനിയും കുടിക്കും. ഇവിടെ ഇരുന്നാലല്ലേ ഈ സാരോപദേശം കേൾക്കേണ്ടി വരൂ. എന്താ കേറുന്നില്ലല്ലോ? ആര്? നീയല്ലേ കേറേണ്ടത്. എത്രയേട്ടാ? സ്റ്റെപ്പ് നോക്കി വെച്ച് മുകളിലേക്ക് പോ. താഴെ വീണ അവിടെ കിടക്കത്തേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊന്നും വീഴില്ല. ഇതിന്റെ എല്ലാം അധിപനായ രോഹിതാണ് ഞാൻ. എന്റെ കാലം അങ്ങനെ ഇങ്ങനെയൊന്നും തെറ്റില്ല. ഇതിപ്പോ നീ എന്നെ വീഴ്ത്തുമല്ലോ. ആ കുപ്പിങ്ങി തന്നെ. അങ്ങനെ ഇപ്പൊ വേണ്ട. രോഹിത്, ഓ, ഇനിയിപ്പോ എന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. എല്ലാം ഇവള് ചെയ്യുമെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇവിടെ? എടി, നീ കാര്യം അറിയാതെ നിന്നും ചലിക്കാതെ. ഇവൻ താഴെ വീഴാൻ പോയപ്പോ പിടിച്ചതാണോ ഇപ്പൊ കുറ്റമായത്? താഴെ വീഴാൻ പാകാക്കിയത് നീ തന്നെയല്ലേ? ദേ കിടക്കുന്നുണ്ട്. നീ തോളത്തെടുത്തോണ്ട് പോവോ വട്ടം പിടിച്ചോണ്ട് പോവോ എന്തെങ്കിലും ചെയ്യും. സുസ്മിത, കുടിപ്പിച്ചൊരു വഴിയാക്കിയിട്ട് നീ നിന്ന് ന്യായം പറയുന്നോ? അയ്യോ, സ്വന്തമായിട്ട് മോന്താൻ അറിയാത്ത ഒരു ഇള്ളവാവ കൊച്ച്. ഇവനിങ്ങനെ തൊണ്ട നിറയും വരെ കുടിക്കുന്നുണ്ടെങ്കിലേ അത് നിന്റെ ഒറ്റ കുഴപ്പം കൊണ്ട് തന്നെയാ. നിന്റെ നടപ്പ് ദോഷം കൊണ്ട്. രോഹിത്തെ, രോഹിത്തെ, എന്നെ നിങ്ങൾ വീണ്ടും വിളിച്ചു വരുത്തിയത് ദേ ഇവളുടെയൊക്കെ വായിലിരിക്കുന്ന കേൾക്കാനാണോ? രോഹിത്തെ, രോഹിത്തെ, എന്താ ഒന്നും മിണ്ടാത്തെ? നീ ഞാൻ ചത്തോന്നറിയാൻ വേണ്ടി വന്നതാണോ? അല്ല, ചത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊല്ലാൻ തന്നെ വന്നതാ. കൂട്ടത്തില് മറ്റു പലരെയും ചിലപ്പോ കൊന്നിരിക്കും. ശ്യാമേ,
ഞാനൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കി നീ ഇങ്ങനെ ഇപ്പൊ ഇവിടെ നിൽക്കില്ലായിരുന്നു. ഇവന്റെ മനസ്സിൽ ഒരല്പ സ്ഥാനം പോലും നിനക്ക് ഉണ്ടാവില്ലായിരുന്നു. കൊച്ചും തള്ളയല്ലേ, ജീവിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോ തലേക്കറി നിരങ്ങാൻ വരുന്നു. ഡീ, സുസ്മിത നിനക്ക് അറിയില്ല. ഒന്ന് കൊല വിളിക്കും ഞാൻ. സുസ്മിത വിടാൻ. ഡീ, എന്റെ അമ്മയൊന്നും ചെയ്യല്ലേ. മിണ്ടരുത്. എന്റെ അമ്മയൊന്നും ചെയ്യല്ലേ. മിണ്ടാ നിക്കാൻ. അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്കും കൊച്ചിനും ഇവിടെ കഴിയാം. ഇല്ലെങ്കിലേ പെട്ടിയും വട്ടിയൊക്കെ എടുത്ത് ഇറക്കി വിടും ഞാൻ. നീ എന്നെ കൊണ്ടങ്ങനെ ചെയ്യിക്കരുത്. തോന്നിയതായിരിക്കും. എന്റെ പിന്നിൽ ആരോ ഉണ്ടല്ലോ. ആരാടാ? ആരാന്നല്ലേ ചോദിച്ചത്? എന്താണ് അങ്ങച്ചാ? നീ ആരോടായി സംസാരിക്കുന്നേ? അല്ല, സുബൈർക്കയോ? ഇക്ക, എന്റെ പിന്നിൽ ആരോ ഉണ്ട്, അതെനിക്ക് ഉറപ്പാ. പക്ഷെ ആരാന്ന് വെച്ചിട്ട് മിണ്ടുന്നില്ല, മുമ്പിലേക്ക് വരുന്നുമില്ല. ആർക്കെങ്കിലും എതിരായിട്ട് നീ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടോ? എന്താടാ, ആർക്കിട്ടാ നീ പണി വെച്ചത്? ഇക്ക എന്തൊക്കെയായി പറയണത്? ഞാൻ ആർക്കിട്ട് പണി വെക്കാനാ? എന്റെ വണ്ടിയിൽ സ്പിരിറ്റ് കയറ്റി വിഷ്ണുവിനെ കേസിൽ കുടുക്കിയത് ആരുടെ ബുദ്ധിയാടാ? എന്തായാലും നിന്റെതല്ലെന്ന് എനിക്കറിയാം. ആരാ നിന്റെ പിന്നിൽ കളിച്ചത്? പറയാൻ മനസ്സില്ല. ഇക്ക എന്ത് ചെയ്യും എന്നെ? പറതങ്ക പറ, ആരാണ് എന്റെ വണ്ടിയിൽ അമ്മാതിരി പോക്കുരുത്തരൊക്കെ കാണിച്ചത്? എനിക്കറിയില്ല. അറിയില്ലേ? ഇല്ല. അങ്ങനെ നീ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. സത്യം പറഞ്ഞ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. ഇല്ലേ നീ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പൊ കൊട്ടേഷനുമായിട്ട് ഇറങ്ങിയിരിക്കണം അല്ലടാ? അതെ, പറതങ്ക, ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചേ? എന്നെ തല്ലരുത്. ഉള്ള കാര്യം പറഞ്ഞിട്ട് കാര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? എന്തായാലും അക്കാര്യം ആലോചിച്ചിട്ടേ തങ്കച്ച വിഷമിക്കണ്ട. ഞാൻ നല്ല സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യാം. ചേട്ടാ പറടാ. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ബോഡിയിലെ എനക്കൊക്കേക്ക് വലിച്ചെറിയും. കുറച്ചു ദിവസം ചോട്ടാ നേതാവിന്റെ പേരിൽ അനുശോചനം രേഖപ്പെടുത്താൻ ആളും ഉണ്ടാവും. പിന്നെ അതും അങ്ങ് നിൽക്കും. അതുകൊണ്ട് നീ ആ കളിക്ക് നിൽക്കണ്ട. എന്തായാലും വീഴും. എന്നാ പിന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കിയിട്ട് മതിടാ ഇനിയുള്ള പോക്ക്. നീ ഇനി ഈ ഭൂമിയിൽ വേണ്ട. ജീവൻ വേണമെങ്കിൽ പറയടാ. പറയടാ.
ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. പറയടാ. ബോസ് സാർ എൻ്റെ അടുത്ത് വന്ന് വിഷ്ണുവിന്റെ വണ്ടിയിൽ ആരും അറിയാതെ കുറച്ച് സ്പിരിറ്റ് ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചതാ. ഞാൻ സമ്മതിച്ചില്ല. അതിന്റെ ചെറിയൊരു ചുരുക്ക് എന്നെ കാണുമ്പോൾ അവർക്കുണ്ട്. അല്ലാതെ ഇതിന്റെ പിന്നിൽ ഞാനല്ല. പക്ഷേ ബോസിന്റെ അറിവോടുകൂടി തന്നെയാ അവർ വണ്ടിയിൽ സ്പിരിറ്റ് വെച്ചത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ബോസ് സാറിൻ്റെ അടുത്ത് ഇതുപോലെ പോയി ചോദിക്കാം. എല്ലാ കാര്യങ്ങളും തത്ത പറയുന്ന പോലെ പറയും. അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്കും കൊച്ചിനും ഇവിടെ കഴിയാം. ഇല്ലെങ്കിലേ പെട്ടിയും വട്ടിയൊക്കെ എടുത്ത് ഇറക്കി വിടും ഞാൻ. അമ്മേ, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പേടിയാ. അച്ഛനെയും പേടിയാ. എൻ്റെ പഴയ അച്ഛനെ അല്ല ഇത്, മറ്റോ ആരോ ആണെന്നുള്ള തോന്നൽ. ഞാൻ ശാരദാമ്മയുടെ അടുത്തേക്ക് പോവാ. അവിടെ സത്യം ഉണ്ടല്ലോ, ചേച്ചിയമ്മ ഉണ്ടല്ലോ. ഞാനിനി അവിടെ നിന്നോളാം. ഇവിടെ എപ്പോഴും ബഹളാ. അമ്മ അച്ഛനെ എപ്പോഴും തല്ലില്ലേ. അത് കാണാൻ എനിക്ക് വയ്യ, സങ്കടം വരും. അതാ ഞാൻ പോകുന്നത്. ഞാൻ പോവാണേ അമ്മേ. എന്നെ കാണാതെ സങ്കടപ്പെടുകയോ കരയോ ഒന്നും ചെയ്യരുത്. പോട്ടെ അമ്മേ. டேய் அங்க பாரு. ஏய் நில்லுங்க.
நீ எங்க போற? ஏய் நில்லுங்க இங்க. ആരാത്? ആരാന്നാ ചോദിച്ചത്? വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ. ശാലി, വിഷ്ണുട്ടാ, എന്ത് കോല? അത് ഒളിച്ച് താമസിക്കില്ലേ? ആൾക്കാരുടെ കണ്ണിപ്പെടാതെ നടക്കാൻ. ശരിക്കും പെട്ടുപോയ അവസ്ഥയിൽ പോയടോ. അല്ല, തൻ്റെ കാര്യങ്ങൾ എങ്ങനെയാ? എനിക്കും നിർബന്ധിത ലീവാ. സ്പിരിറ്റ് കള്ളക്കടത്തുകാരന്റെ ഭാര്യ ജില്ലാ കളക്ടറായിരുന്ന അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന്. എല്ലാത്തിനും പിന്നിലെ ചന്ദ്രബോസ. എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടാവുമാർക്ക്. അതിനുവേണ്ടിയാ ഇങ്ങനൊരു സ്പിരിറ്റ് നാടകം കളിച്ചിരിക്കുന്നത്. എന്ത് നാടകം കളിച്ചാലും വിഷ്ണുവേട്ടന് സ്വന്തം വീട്ടിൽ പോലും കയറാൻ പറ്റാതാക്കിയില്ലേ? വിഷ്ണുട്ട എന്തെങ്കിലും കഴിച്ചായിരുന്നോ? വിഷ്ണുട്ടൻ അകത്തേക്ക് വാ, ഞാൻ കഴിക്കാൻ എടുക്കും. വേണ്ട, ഈ ഓട്ടത്തിനിടയ്ക്ക് എവിടെന്നെങ്കിലൊക്കെ കഴിക്കും. വിശപ്പടക്കാൻ വേണ്ടി മാത്രം. എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ, എന്നാലേ എനിക്ക് സമാധാനത്തോടുകൂടി കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. വേഗം പോകണം. വിഷ്ണുട്ട ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? അതിനു വേണ്ടിയിട്ടാണല്ലോ അവന്മാരിങ്ങനെയൊക്കെ ചെയ്യുന്നേ. പക്ഷെ നമ്മൾ തളർന്നു പോരുത്. അവരെത്രത്തോളം ചവിട്ടി താഴ്ത്തിയാലും പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഇപ്പൊ നമുക്ക് അതിനും പറ്റുന്നില്ലല്ലോ. അതിന് ആദ്യം നമ്മുടെ നിരപരാധിത്വം തെളിയിക്കണം. സ്പിരിറ്റ് നമ്മുടെ വണ്ടിയിൽ മനഃപൂർവ്വം വെച്ചതാണെന്ന് തെളിവ് സഹിതം അറിയിക്കേണ്ടവരെ അറിയിക്കണം. ചന്ദ്രബോസിന്റെ തലയ്ക്ക് മുകളിലുള്ളവരെ. എങ്കിൽ മാത്രമേ എനിക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അതുവരെ എനിക്കിങ്ങനെ ഒളിവ് കഴിയാനേ പറ്റൂ. വിഷ്ണുട്ടനകത്തേക്ക് വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ. വേണ്ട ചാർലി, വേണ്ട. ഈ ആദി പിടിച്ച ഓട്ടത്തിനിടയിൽ വിശക്കണില്ല. പിന്നെ തന്നെ ഒന്ന് കാണണം തോന്നി. അതാ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഞാൻ വന്നേ. മോളുറങ്ങിയോ? അച്ഛനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അവള് ചോദിക്കും. ഞാനൊരു ഒഴിവ് കഴിവ് പറയും. എന്നാലും
മറ്റുള്ളവർ പറഞ്ഞ് ഏകദേശം കാര്യങ്ങൾ അവൾക്കും അറിയാം. ഞാൻ വിളിക്കണോ? വേണ്ട. ഈ ഒരവസ്ഥയിലാണ് എന്നെ കാണണ്ട. വിഷ്ണുട്ട നിൽക്ക്, ഞാൻ പുറത്തേക്ക് വരാം. വേണ്ട. വിഷ്ണുട്ട, നമ്മുടെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതിൽ ഒരു മതിലിനപ്പുറത്ത് നിന്നിട്ട് തമ്മിൽ ഇഷ്ടം കൈമാറില്ലേ, അതുപോലെ എനിക്ക് ഈ ജനലിനപ്പുറം നിന്ന്